വനവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വനവൽക്കരണത്തിൽ ഇത്ര താല്പര്യം ഉണ്ടായത്? നിങ്ങൾ ഏതെങ്കിലും കാട്ടുപ്രദേശത്തോ കാടിൻ്റെ പരിസരത്തോ വല്ലതാണ് വളർന്നത്? ചെറുപ്പം മുതലേ കാട് കാണാൻ പോകാറുണ്ടോ? എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് കാടുമായിട്ടില്ല. ഞാൻ ആദ്യമായിട്ടൊരു കാട് കാണുന്നത് തന്നെ 10-14 വയസ്സുള്ളപ്പോഴാണ്. പക്ഷെ ഞാൻ വളർന്ന ഒരു നാട്ടുമ്പുറത്താണ്. കോട്ടയം പട്ടണത്തിലാണ്. അന്ന് കോട്ടയം പട്ടണവും പക്ഷേ ഒരു നാട്ടുമ്പുറമാണ്. കോട്ടയത്തെ പട്ടണം എന്ന് വിളിക്കാൻ കാരണം അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കുറച്ചുകൂടെ ചെറിയ പ്രദേശങ്ങളായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വളർന്ന എൻ്റെ വീടിന് സമീപം എൻ്റെ അമ്മയുടെ വീടുണ്ടായിരുന്നു. ആ വീട് ഏകദേശം ഒരു 10-70 സെൻറ്റ് സ്ഥലവും ഒരുപാട് മരങ്ങളുമുള്ള ഒരു പറമ്പായിരുന്നു. അപ്പോൾ ഈ പിള്ളേരെ കുട്ടികളായിരിക്കും ഞങ്ങൾക്ക് അന്ന് കളിക്കാൻ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഇതുപോലെ ചൈനീസ് കളിപ്പാട്ടങ്ങളും കമ്പ്യൂട്ടർ ഗെയിമും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെടിയുടെ ഇല പറിച്ചും കാ പറിച്ചും ഒക്കെയാണ് കളിക്കുന്നത്. അതുപോലെ ഈ മരങ്ങൾക്കിടയിൽ ഒളിച്ച് കളിക്കുക. അപ്പോൾ ഈ ചെടിയിൽ വെള്ളം വീഴുമ്പം ഒരു ചെടിക്ക് ഇലയുടെ മണമൊക്കെ വരുമ്പോൾ ആ മണം കൊണ്ട് ഇത് ഏത് ചെടിയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് അന്ന് തന്നെ കിട്ടുമായിരുന്നു. അത് ഈ ചെടികൾക്കിടയിൽ വളർന്നുകൊണ്ട് ഉണ്ടായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പലപ്പോഴും പക്ഷികളും ഇതുമൊക്കെ ഈ അണ്ണാനും ഒക്കെ ധാരാളമായിട്ട് പറമ്പുകളിലൂടെ വരുന്ന ഒരു കാലമായിരുന്നു. ഈവൻ ഞങ്ങൾ സമയം കാലം ഗണിക്കുന്ന പോലും ഈ ചെടികളുമായിട്ട് ബന്ധപ്പെടുത്തിയത്. ഉദാഹരണത്തിന് ഡിസംബർ മാസമാകുന്ന സമയത്ത് നമ്മുടെ ഈ വാളംപുളി നന്നായിട്ട് പഴുക്കും. പഴുത്ത് ഈ പുളി പൊഴിഞ്ഞു വീഴുന്ന സമയത്ത് നമ്മളത് പെറുക്കണം. ആ സമയത്ത് അണ്ണാൻ ഇത് തിന്നാനായിട്ട് വരും. ഈ അണ്ണാനെ പിടിച്ച് വളർത്തുക എന്നുള്ളത് ചെറുപ്പം തൊട്ടേ എൻ്റെ ഒരു മോഹമാണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഈ അണ്ണാൻ വരുന്ന സമയത്ത് ഒരു എലിപ്പെട്ടി കൂട്ടി ഈ അണ്ണാൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നിൽക്കും. അപ്പോൾ അണ്ണാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം മറ്റു ജീവികളെ അപേക്ഷിച്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ്, അത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. അണ്ണാൻ ഒരു സ്ഥലത്ത് ഒരു ഭക്ഷണം തേടി വരികയാണെങ്കിൽ എപ്പോഴും അതേ സമയത്ത് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നൊരു അണ്ണാൻ ഒരു വാഴക്കുടപ്പൻ പിരിഞ്ഞു തേൻ കുടിക്കാൻ ഒരു 8 മണിക്ക് അത് വന്നാൽ നാളെ അവൻ 8 മണിക്ക് തന്നെ അവിടെ അത് വരുമെന്നുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആ കുടപ്പൻ തീരുന്നവരെ ആ സമയത്ത് അത് വരും. ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം അത് പക്ഷി നിരീക്ഷകരും ഈ ഇതുപോലുള്ള ജീവികളെയൊക്കെ നിരീക്ഷിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്ന റൂട്ടിൽ നമ്മളൊരു എലിപ്പെട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു വാളംപുളി അത് കോർത്ത് വെച്ചാൽ ഇത് വന്ന് പെട്ടിക്കകത്ത് കയറാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി കഴിയുമ്പോൾ പലപ്പോഴും ഇതിനെ പിടിച്ച് നമ്മളൊരു കൂട്ടിലാക്കും, വളർത്താൻ തുടങ്ങും. അണ്ണാനാണെങ്കിൽ അപ്പത്തൊട്ട് രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങും. അത് ഈ കൂടിൻ്റെ സൈഡിലൊക്കെ കിടന്ന് ഇടിച്ച് അതിൻ്റെ മൂക്കൊക്കെ പൊട്ടി ചോരയൊക്കെ വരും. ആകെ നമുക്കും കുറച്ച് വിഷമം തോന്നും. അപ്പോൾ വീട്ടുകാർ ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം വീട്ടുകാരൊന്നും പറയില്ല, അണ്ണാൻ നമ്മളും കൂടെ കളിക്കട്ടെ നോക്കും. 2 ദിവസം കഴിയുമ്പോൾ പയ്യെ ഇവർ അടുക്ക വരും. എന്നിട്ട് നമ്മളും ഒന്ന് വിഷമിച്ച് അണ്ണാൻ അസുഖമൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ എടാ അതിനെ അങ്ങ് തുറന്നു വിടുക, നീ ഇപ്പം നിന്നെ ആരെങ്കിലും പിടിച്ചൊരു കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിനക്കും തോന്നും അതുപോലല്ലേ പാവം അണ്ണാനും എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ സെൻറ്റിമെൻറ്റ്സിൽ അവർ ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ഒരു ഇടയിളക്കം നമുക്കും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങ് തുറന്നു വിടും, ഈ അണ്ണാൻ ചാടി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പക്ഷികൾ കൂട് വെക്കുന്ന ഒരു സമയമുണ്ട്. ഈ ഒരു മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ പരീക്ഷയൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴേക്കും മരത്തിൽ പക്ഷി കൂടി വെച്ച് തുടങ്ങും. അപ്പോൾ പക്ഷി കൂട് വെക്കാൻ വന്നാൽ ആദ്യം അത് പറ്റിയ അനുയോജ്യമായ ഒരു അന്തരീക്ഷം കണ്ടുപിടിക്കും. അതിന് ഉപദ്രവമൊന്നും വരാത്ത മിക്കവാറും ചില പക്ഷികളൊക്കെ വള്ളിയിൽ തൂങ്ങിയിരിക്കുന്ന കൂടായിരിക്കും. കാരണം ഈ പൂച്ച പോലെയുള്ള സാധനങ്ങൾ ഈ വള്ളി വഴി ഇറങ്ങാനൊക്കെയില്ല. അപ്പോൾ പാമ്പൊന്നും കയറാനൊക്കെയില്ല. വേറെ ചില പക്ഷികൾ മരത്തിൻ്റെ പൊത്തുകളിലായിരിക്കും. അപ്പോൾ വേറെ ആർക്കും അതിലോട്ട് തലയിടാനൊക്കെയുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ ഈ കൂട് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ അകത്തുകൊണ്ട് തൂവലൊക്കെ വിരിച്ച് അതിൻ്റെ അകം ഒരു കുറച്ച് മൃദുലമാക്കും. പിന്നെ അത് മുട്ടയിടും. അപ്പോൾ ഓരോ പക്ഷിയുടെയും മുട്ടയ്ക്ക് ഓരോ നിറവും ഓരോ വലിപ്പമായിരിക്കും. ചിലത് 2 മുട്ടയിടും, ചിലത് 3 മുട്ടയിടും. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പുറകെ നടന്ന് കണ്ട് ഈ കുഞ്ഞ് വിരിയുമ്പോൾ ഇതിനെടുത്ത് വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ മോഹം. പക്ഷേ ഇത് പലപ്പോഴും ഈ ഇരട്ടത്തലിച്ചയൊക്കെ പോലുള്ള പക്ഷികളാണ്, അതൊന്നും ഇണങ്ങുകയില്ല. അപ്പോൾ പക്ഷേ നമ്മളിത് എന്തായാലും ഇതിനെത്തോടെ പിടിച്ച് വളർത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു 10-40 ദിവസം ഇതിൻ്റെ പുറകെ നടക്കും. അവസാനം മുട്ട വിരിഞ്ഞ് കുഞ്ഞ് വെളിയിൽ വരും. വെളിയിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് പറക്കാറായി വെളിയിൽ വരും. നമ്മൾ പുറകെ ചാടുമ്പോഴത്തേക്ക് അത് പറന്ന് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തേക്ക് ചാടി അതങ്ങ് പോവുകയും ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ സ്ഥിരം ആവർത്തിക്കുന്ന ഒരു നാടകമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് എന്തൊക്കെ ചെടികളുണ്ടെന്നൊന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗൃഹവൈദ്യം വളരെ ശക്തമായിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീകളുടെ പ്രസവം കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാനായിട്ട് ഇപ്പോൾ ചില പ്രത്യേക ഇലകളിട്ട് തിളപ്പിക്കുന്ന വെള്ളമുണ്ട്. അപ്പോൾ അതിന് കാപ്പിയില വേണം, നമ്മുടെ ഇതിൻ്റെ ഈ പൂവരശിൻ്റെ ഇല വേണം. അതുപോലെ തഴുതാമ എന്തോ ഒരു പരിപാടിയുണ്ട്, തഴുതാമ തോരൻ വെച്ച് കൊടുക്കുക, എന്തൊക്കെയുണ്ട്. അപ്പോൾ ഈ ഇലയൊക്കെ പറിക്കാനായിട്ട് പിള്ളേരുടെ ജോലിയാണ് ഇതൊക്കെ പറിച്ചുകൊണ്ട് വരിക എന്നുള്ളത്. എടാ അതവിടെ പോയി പറിക്കുക, അത് ഇന്ന വീട്ടിൽ പൂവരശി നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്നടത്ത് കാപ്പിയുണ്ട്, നീ കുറച്ച് ഇല പറിച്ചുകൊണ്ട്. അങ്ങനെ പറഞ്ഞ് നാട്ടിൽ എവിടെയൊക്കെ എന്ത് മരം നിൽപ്പുണ്ടെന്ന് നമുക്കറിയാവുന്നൊരവസ്ഥയുണ്ട്. പിന്നെ ഈ ചാരെന്നൊരു മരമുണ്ട്. ചാരിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. ഞാനത് ആദ്യം കാണുന്നത് തിരുവല്ലയിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ഈ ചാരിയാൽ പൊള്ളിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം താങ്ങി ചുറ്റും നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചാര് എവിടെയൊക്കെ ഉണ്ടോ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ എവിടെ താങ്ങി നിൽപ്പുണ്ടെന്നും അറിയാം. അതുപോലെ തന്നെ മുളയൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ടുള്ള സാധനങ്ങളാണ്. ഈ ആറ്റുതീരത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കമ്പ് കിട്ടാനൊക്കെ ആയിട്ട് ഇത് എവിടെയുണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. പിന്നെ വേറെ ഒരു സാധനം,
ഈ ഓണക്കാലത്തെ പൂടിയിലാണ്. അപ്പോൾ പൂവിടണമെങ്കിൽ നമ്മൾ പൂ പറിക്കാനായിട്ട് നാട് മുഴുവൻ നടന്ന് ആർക്കും ആരുടെ പറമ്പിലും കയറി പൂ പറിക്കാം. അപ്പോൾ ഈ പൂ പറിക്കുമ്പോൾ പക്ഷേ എവിടെ പൂവുണ്ട്, ഏത് പൂവുണ്ട്, ആര് പൂടാത്ത വീട്ടുകാരുണ്ട്, ഇങ്ങനെ ഒരു ഡേറ്റാബേസ് നമുക്ക് വേണം. അത് തന്നെ ഉണ്ടാകും. കുറേ കാലം നമുക്കറിയാം ഇന്ന വീട്ടിൽ കുടച്ചെത്തിയിട്ടുണ്ട്, അവരുടെ വീട്ടിൽ പറിക്കാം. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മഞ്ഞക്കോളാമ്പിയുണ്ട്, ഇന്ന സ്ഥലത്ത് വരെ ഏതെങ്കിലും പൂക്കളുണ്ടാകുന്ന ഒരു മരമുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കൃത്യം ഈ വഴിയൊക്കെ നടന്ന് പൂ പറിക്കും. അപ്പോൾ ഒരു നാട്ടിലെ ചെടികളും മരങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലമായിരുന്നു അത്. അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലിയാണ് ഒരുപക്ഷെ മരങ്ങളോടും ചെടികളോടും താല്പര്യം ഉണ്ടാകാൻ എനിക്ക് സഹായകമാണ്.